السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, വർണ്ണശബളമായ ഇംസഫൈനിൻ്റെ ധന്യമായ ഈ വേദിയിൽ അറിവാണ് ധനം എന്ന വിഷയത്തിൽ സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഭൂമോപരിതല സൃഷ്ടികളിലെ ഉന്നതനാണ് മനുഷ്യൻ. ഭൂമിയിലുള്ള ചേതന അചേതന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വിദരിക്തനാകുന്നത് അവൻ്റെ അറിവും വിവേകവും കൊണ്ടാണ്. തൻ്റെ ജീവിതത്തെ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കാനുമുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് ഇൽമ് അറിയപ്പെടുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്കൊരു ചിറക് മുളച്ചു, രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറക് മുളച്ചു എന്ന് പ്രശസ്ത നോവലിസ്റ്റ് വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ എത്ര പ്രസക്തമാണ്. കൂടുതൽ അറിവുകൾ നേടുന്നതിലൂടെ മനുഷ്യൻ തൻ്റെ ലക്ഷ്യത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ള എല്ലാ മതങ്ങളും ഇൽമിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അറിവിന് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണോ എന്ന പ്രശസ്തമായ ചോദ്യം ലോക ജനതയിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിവുള്ളവൻ്റെ മഹാത്മ്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. മുന്നോട്ടുള്ള ഗമനത്തിൽ വിജയം സംഭവിച്ചിട്ടുള്ള ഏതൊരു രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും അവസ്ഥ നാം പരിശോധിച്ചു നോക്കിയാൽ അറിവുള്ളവൻ്റെ അഭാവമായിരിക്കും അതിന് ഹേതുവായി നമുക്ക് ലഭിക്കുക. ചൈനക്ക് സംഭവിച്ചിരുന്നത് അതാണല്ലോ. വിദ്യ മനുഷ്യൻ്റെ കളഞ്ഞുപോയ സ്വത്താണ്, അതെവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക എന്ന് അറിവിനെ മനുഷ്യൻ്റെ അമൂല്യമായ സ്വത്തിനോട് ഉപമിച്ചുള്ള മുത്തുനബി തങ്ങളുടെ വാക്കുകൾ തീർത്തും പ്രശംസനീയമാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ആപ്തവാക്യം കണ്ടുപിടിക്കുന്നതിനും എത്രയോ മുമ്പുള്ള മുത്തുനബി തങ്ങളുടെ ഈ പ്രസ്താവനകൾ തീർത്തും പ്രശംസനീയമാണ്. പക്ഷേ വർത്തമാനകാലത്ത് വിജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്നും അസാംസ്കാരിക വർത്തമാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന് വേണ്ടത് ധാർമ്മിക വിദ്യയാണ്. എന്നാൽ ഇന്ന് ലോകത്ത് നിന്നും മാഞ്ഞുപോയി കൊണ്ടിരിക്കുന്നതും ധാർമ്മിക വിദ്യ തന്നെയാണ്. അത് തിരിച്ചെടുക്കാനാണ് ഇംസഫൈൻ പോലുള്ള വേദികൾ രൂപം കൊള്ളുന്നത്. അറിവിലൂടെ നാം പകരേണ്ടത് ധർമ്മപ്രകാശത്തെയാണ്. എൻ്റെ ഈ വാക്കുകൾ അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.